നമസ്തേ, ഞാൻ പ്രസാദ് പന്തളം അന്നപൂർണ ജ്യോതിഷാലയത്തിൽ നിന്നും. അപ്പോൾ നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളനുസരിച്ച് ഇന്ന് 1200 ആണ്ട് മകരമാസത്തിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ഈ 4 കൂറുകാർ അനുഭവിക്കാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ചിങ്ങക്കൂറിനെ സംബന്ധിച്ച് മകം, പൂരം, ഉത്രത്തിക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് വളരെയധികം ഈശ്വരാധീനമുള്ള മാസമാണ്. എങ്കിലും അസ്ഥി സംബന്ധമായുള്ള വാതരോഗങ്ങൾ, നേത്ര സംബന്ധമായ രോഗങ്ങൾ ഇവ വരാൻ സാധ്യതയുണ്ട്. ഇവർ പ്രത്യേകം ശിവക്ഷേത്ര വഴിപാടുകൾ കൃത്യമായും മാസം തോറും നടത്തുക. കണ്ടകശനികാലം തുടരുകയാണ്. സാമ്പത്തികമായിട്ട് ചെറിയ തടസ്സങ്ങൾ വരാമെങ്കിലും വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് മകരം. പതിവിലും കവിഞ്ഞ് സഞ്ചാരം ചെയ്യാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളിൽ നിന്നും ഗുണവും കിട്ടുന്ന സമയവുമാണ്. ഗ്രഹകാര്യങ്ങളിൽ ഈശ്വരാധീനം അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്ന് ഗുണാനുഭവമൊക്കെ അനുഭവയോഗ്യമാകുന്ന മാസമാണ്. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിലും തീരുമാനമാകും. ഇണയെ സംബന്ധിച്ച് ഇവർക്ക് കഫരോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മപുഷ്ടി അതുപോലെ ഭാഗ്യ അനുഭവങ്ങൾ ഇവയൊക്കെയും ഫലമാകുന്ന ഒരു മാസമാണ്. അപ്പോൾ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു മാസമാണ് മകരമാസം. അടുത്തത് കന്നിക്കൂറാണ്. ഉത്രത്തിമുക്കാല, അത്തം, ചിത്തിരേര ഈ 3 നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കന്നിക്കൂറിനെ സംബന്ധിച്ച് ഇവർക്ക് ജന്മരാശിയിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കാര്യ തടസ്സങ്ങളൊക്കെ വരാം. ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ 100% പെർഫെക്റ്റ് കിട്ടാത്ത ഒരു അനുഭവം ഇവർക്ക് വന്നു ചേരാം. എങ്കിലും കുറച്ച് കാലം താമസത്തോടു കൂടി അത് സാധ്യമാകുകയും ചെയ്യും. കാരണം ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ടൊക്കെ അതിനകത്തൊക്കെ കുറച്ച് അനുഭവകരമായ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപവാദം കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു അനുഭവം വരാൻ സാധ്യതയുണ്ട് ഇവർക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സാമ്പത്തിക കടത്തിലേക്കൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഉദര സംബന്ധമായ രോഗങ്ങളൊക്കെയും കന്നിക്കൂറുകാരെ അലട്ടാൻ സാധ്യതയുണ്ട്. ജലജന്യമായ രോഗങ്ങളും ഇവർക്ക് വരാൻ, ജലത്തിൽ നിന്നുള്ള ചില രോഗങ്ങളൊക്കെ ഇവർക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്രഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഈശ്വരാധീനം കുറയുന്ന ഒരു മാസമാണ് മകരമാസം. അവിടെ വാക്കുതർക്കങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കുക. ഇണയുമായി കലഹം വന്നിട്ട് കലഹം തുടർന്ന് അത് പിരിയാനുള്ള സാധ്യതയിലേക്ക് എത്തിച്ചേരാൻ അത് ഫലമാകാതെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പിരിയാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ്. അപ്പോൾ വാക്കുതർക്കങ്ങളൊക്കെ വളരെ രൂക്ഷമാകാതെ ശ്രദ്ധിക്കുക. ക്ഷേത്ര ദർശനം നടത്താനും സാധ്യതയുണ്ട്. കർമ്മമേഖലയെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഭാഗ്യാനുഭവങ്ങൾ ഇടയ്ക്കിടെ അനുഭവയോഗ്യമാകും. അപ്പോൾ പൊതുവിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമഫലമായ മാസമാണ് മകരം. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്കിപ്പോഴും വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈശ്വരാധീനക്കുറവ് വരാം. വ്യാഴം മറവാകുമ്പം ഈശ്വരാധീനം കുറവാണ്. മാനസികമായിട്ടുള്ള വളരെയധികം സമ്മർദ്ദങ്ങൾ, അതുപോലെ സന്താനങ്ങളെ സംബന്ധിച്ച് ഉത്കണ്ഠ ഇവ ഫലത്തിൽ വരാം. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള അനുഭവങ്ങളൊക്കെയും ഈ മകരമാസത്തിൽ വന്നു ചേരാം. ഗ്രഹത്തിനെ സംബന്ധിച്ചും സുഹൃത്തുക്കൾ വഴിയും മാനസികമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ വന്നു ചേരാം. ഇണയിൽ നിന്നും ഭാഗ്യാനുഭവങ്ങളൊക്കെയും വന്നു ചേരും. ആയുർ ദുരിതങ്ങൾ പക്ഷേ കുറയും. വലിയ കുഴപ്പമില്ലാത്ത എങ്കിലും കഫരോഗങ്ങളൊക്കെയും ചെറിയ രീതിയിൽ ഇവരെ അലട്ടുകയും ചെയ്യും. അതുപോലെ കർമ്മമേഖലയെ സംബന്ധിച്ച് കർമ്മപുഷ്ടിയൊക്കെ അനുഭവയോഗ്യമാകും. ഏതായാലും ദശാകാല വഴിപാടുകൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊള്ളുക. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചും വളരെയധികം തുടർന്ന് വന്ന രീതിയിൽ ഗുണകരമായ മാസമാണ്. ഇവരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വിദ്യാഗുണം, അതുപോലെ തന്നെ സ്വർണ്ണ ലാഭങ്ങളൊക്കെയും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. വളരെയധികം നല്ല ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു മാസമാണ് മകരമാസം. വിവാഹം ഒക്കെ ആലോചിക്കുന്നവർക്കാണെങ്കിൽ വിവാഹ വിഷയത്തിലൊക്കെ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി പക്ഷേ സംസാരങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഗ്രഹത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. മാതൃഗുണം കിട്ടും. അതുപോലെ ഭൂമി മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി ലാഭങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു മാസമാണ് മകരം. രോഗദുരിതങ്ങളിലൊക്കെ പെട്ടുഴലുന്നവർക്ക് രോഗശമനവുമൊക്കെ വന്നു ചേരും. അതുപോലെ കർമ്മമേഖലയെ സംബന്ധിച്ച് കർമ്മപുഷ്ടിയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കർമ്മസ്ഥാനാധിപൻ അതുപോലെ തന്നെ 3-ാം ഭാവത്തിലേക്ക് കയറി നിൽക്കുന്നത് കൊണ്ട് അത് ഏറ്റവും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെയും കർമ്മമേഖലയിൽ വന്നു ചേരാം. അപ്പോൾ വളരെയധികം ഗുണകരമായ മാസമാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മകരം. കണ്ടകശനികാലം തുടരുകയാണ്. കർമ്മമേഖലയിൽ നിന്നും ധനലാഭമൊക്കെ
പ്രതീക്ഷിക്കാത്ത രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടകശനിയെ സംബന്ധിച്ച് ശിവക്ഷേത്ര വഴിപാടുകൾ മാസം തോറും നിങ്ങൾ മുടങ്ങാതെ നടത്തുകയും അതുപോലെ ദശാകാലങ്ങളിലെ വഴിപാടുകൾ ഏത് ദശാകാലങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദശാകാല വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്തു കൊള്ളുക. ഏറ്റവും അനുകൂലമായ മാസമാണ് മകരമാസം. അപ്പോൾ 4 കൂറുകാരുടെ ഫലങ്ങൾ ഇത്രയുമാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.